പ്രിൻസിപ്പാൾ പറഞ്ഞ് കേട്ടല്ലോ. സെന്റ് ഫിലോമിനാസിനെ പുറത്താക്കിയതാന്ന് ഇവിടത്തെ കുട്ടികളോടൊന്നും വിളമ്പാൻ നിൽക്കണ്ട. ദോഷം നിനക്കല്ല, പ്രിൻസിപ്പാളിന്. ഇയാളുടെ തടക്കം ഇപ്പൊ തന്നെ പലരുടേതായി കാല് പിടിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ നിനക്ക് ശരിയാവില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങ് പൊയ്ക്കോളണം നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. അല്ലാതെ എന്നെ ഇനിയിട്ട് ബുദ്ധിമുട്ടിക്കരുത്. ഹോസ്റ്റലിൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. നേരെ എന്ന് എന്റെ മേട്ടനെ കണ്ടാൽ മതി. ഞാൻ ഇറങ്ങാം. ആ, ഇന്ന് രാത്രി ഞാൻ സൗദിക്ക് വിളിക്കും. നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് വല്ലതും പറയാനുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ആണല്ലോ ആദി. സ്നേഹം വേണോന്ന് ഞാൻ പറയുന്നില്ല, അല്പം നന്ദിയെങ്കിലും കാണിക്കാം അവരോട്. ആ കണ്ണീര് തുടച്ചു കളയും. ഈ മുഖത്തിന് അത് ചേരില്ല. നമ്മൾ എങ്ങോട്ടാ ചായ? ഒന്ന് അടങ്ങടാവ്, എത്തുമ്പോ അറിയാലോ. എങ്ങനെ ഇഷ്ടപ്പെട്ടോ വീട്? ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഇന്ന് മുതൽ ഇങ്ങോട്ട് താമസം മാറ്റുന്നു. ആ കാലിത്തൊഴുത്ത് പോലുള്ള ഹോസ്റ്റൽ മുറിയിൽ എങ്ങനെയാടാ കഴിയുന്നേ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ വേണ്ടേ? ഒരു ജോണി വാക്കർ സ്റ്റൈൽ. എന്റെ അമ്മച്ചിയോ, നമ്മൾ ഇങ്ങോട്ട് താമസം മാറണമെന്നോ? ആ, അതുകൊണ്ട് അടുത്ത വീട്ടിൽ ചില കളറൊക്കെ കാണുന്നുണ്ട്. സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം കേട്ടോ, ചളവാക്കരുത്. അച്ചായ, അത് ടീച്ചറാ, മൃദുല ടീച്ചർ. വരൂ. ആരാ? ഞാൻ പറഞ്ഞില്ല അമ്മയുടെ അടുത്ത് എന്നെക്കാൾ പ്രായമുള്ള ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ട് എന്റെ ക്ലാസ്സിലെന്ന്. ഇതാണ്. ആ, അതിപ്പോ നീ പറഞ്ഞ പോലെ ഒരു പ്രായമൊന്നും. ഞാനും പിള്ളേരും അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി. ടീച്ചറാ ഇവിടെ താമസിക്കുന്നത് ഇപ്പഴാ അറിഞ്ഞ. അപ്പൊ വന്നൊന്ന് പറഞ്ഞിട്ട് പോകാൻ തരും. നന്നായി. ഇവിടെ ഇവളും ഞാനും ഒരു പണിക്കാരിക്കുട്ടി മാത്രമേ ഉള്ളൂ. ഒന്ന് നിലവിളിച്ചാ കേൾക്കാൻ അടുത്ത ആളായല്ലോ. പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ത്രില്ല് കോളേജിൽ ജോയിൻ ചെയ്തപ്പോ ഉണ്ടോ? പിന്നെ ഇല്ലാതെ. നല്ല കോളേജാ.